മൈഥിലി താക്കൂറിന്റെ കന്നിപ്രസംഗം പലരുടെയും നെഞ്ചിൽ തീ കോരിയിട്ട ഒന്നായി മാറി. ധൃതരാഷ്ട്രക്ക് ഹസ്തിനപുരിയെക്കുറിച്ച് ആധിയുണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ മകൻ ദുര്യോധനനെ കുറിച്ച് മാത്രമായിരുന്നു ആശങ്ക. അതുപോലെ തന്നെയായിരുന്നു അക്കാലത്തെ ബീഹാർ ഭരണാധികാരികളുമെന്ന് ലാലുവിനെയും തേജസ്വിയെയും ലക്ഷ്യം വെച്ച് മൈഥിലി തുറന്നടിച്ചു. ബീഹാർ നിയമസഭയിൽ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനും മകൻ തേജസ്വി യാദവിനുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP MLAയും പ്രശസ്ത ഗായികയുമായ മൈഥിലി താക്കൂർ. ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തെ മഹാഭാരതത്തിലെ ഹസ്തിനപുരിയോട് ഉപമിച്ച മൈഥിലി ലാലുവിനെ ധൃതരാഷ്ട്രമെന്നും തേജസ്വി യാദവിനെ ദുര്യോധനനെന്നും വിശേഷിപ്പിച്ചു. 25-കാരിയായ മൈഥിലിയുടെ നിയമസഭയിലെ കന്നിപ്രസംഗം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 2005 മുമ്പുള്ള ബീഹാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രരുടെ ഹസ്തിനപുരിയാണെന്ന് മൈഥിലി പറഞ്ഞു. ബീഹാർ നിയമസഭയിൽ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനും മകൻ തേജസ്വി യാദവിനുമെതിരെ രൂക്ഷ വിമർശനമാണ് BJP MLAയും പ്രശസ്ത ഗായികയുമായ മൈഥിലി താക്കൂർ ഉന്നയിച്ചത്. ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തെ മഹാഭാരതത്തിലെ ഹസ്തിനപുരിയോട് ഉപമിച്ച മൈഥിലി ലാലുവിനെ ധൃതരാഷ്ട്രമെന്നും തേജസ്വി യാദവിനെ ദുര്യോധനെന്നും വിശേഷിപ്പിച്ചു. 25-കാരിയായ മൈഥിലിയുടെ നിയമസഭയിലെ കന്നി പ്രസംഗം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 2005 മുമ്പുള്ള ബീഹാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രയുടെ ഹസ്തിനപുരിയാണ്. ലാലു റാബ്രി ഭരണകാലത്ത് വിദ്യാഭ്യാസം തകർന്നടിഞ്ഞുവെന്നും ശമ്പളത്തിന് അധ്യാപകർ നെട്ടോട്ടമോടിയെന്നും അവർ ആരോപിച്ചു.